നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഫലം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാങ്ങ തന്നെയായിരിക്കും അല്ലേ. ഒരു മാവുണ്ടെങ്കിൽ ഒരു വീട്ടിന് തണലും രുചിയും ഓർമ്മകളും ഒക്കെ ഉണ്ടാവുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. നാട്ടിൻപുറത്തിൻ്റെ ഓർമ്മകളിൽ മാവിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. വേനൽക്കാലമൊക്കെ വരുമ്പോൾ മാങ്ങകൾ ഇങ്ങനെ കൊലകൊലയായിട്ട് തൂങ്ങി നിൽക്കുന്നതും അതുപോലെ അതിൻ്റെ മണം ഇങ്ങനെ കാറ്റത്ത് വരുന്നതൊക്കെ ശരിക്കും നമ്മൾ ആസ്വദിക്കാറില്ലേ. അത്രയ്ക്കും രസമാണ് ഓരോ മാങ്ങയുടെ രുചിയും മണവും ഒക്കെ. നാട്ടുമാങ്ങ മുതൽ ഹൈബ്രിഡ് മാങ്ങ വരെ ഇന്ന് വിപണിയിൽ നല്ല വില ലഭിക്കുന്നുണ്ട്. ശരിയായ മാങ്ങ ഇനം തിരഞ്ഞെടുത്ത് നട്ടാൽ നമ്മുടെ ഉപയോഗത്തിനും വരുമാനത്തിനൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു ഫലവൃക്ഷമാണ് മാവ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായി വളരുന്ന നല്ല രുചികരമായിട്ടുള്ള 5 ഇനം മാങ്ങകളെ പറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ മാങ്ങ കാലാപ്പാടിയാണ്. കേരളത്തിലിപ്പോൾ വളരെ വേഗത്തിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മാങ്ങ ഇനമാണ് കാലാപ്പാടി. നല്ല മധുരവും വലിയ വലിപ്പവും കൂടുതൽ വിളവും കാരണം നിരവധി കർഷകർ ഇപ്പോൾ ഈ ഇനം തിരഞ്ഞെടുക്കുന്നുണ്ട്. കാലാപ്പാടി മാങ്ങയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വലിപ്പവും മധുരവുമാണ്. ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ വളരെ നല്ല വിളവ് ലഭിക്കുന്ന ഒരു ഇനമാണ് കാലാപ്പാടി. കേരളത്തിലെ ചൂടും മഴയും ഈ ഇനത്തിന് നല്ല രീതിയിൽ അനുയോജ്യമാണ്. നമ്മുടെ അടുത്തുള്ള നഴ്സറികളിലൊക്കെ എപ്പോൾ ചെന്ന് ചോദിച്ചാലും കാലാപ്പാടി മാങ്ങയുടെ തൈ എന്തായാലും ഉണ്ടാവും. നിങ്ങൾ ഒരേ ഒരു മാങ്ങയെ വീട്ടിൽ നടുന്നുള്ളൂ എങ്കിൽ അത് കാലാപ്പാടി തന്നെ വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇനി കേരളത്തിലെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന അടുത്ത മാങ്ങ ഏതാണെന്ന് നോക്കാം. രണ്ടാമത് പറയാനുള്ളത് മൂവാണ്ടൻ മാങ്ങയെ പറ്റിയാണ്. കേരളത്തിലെ പ്രശസ്തമായ നാടൻ മാങ്ങ ഇനമാണ് മൂവാണ്ടൻ. 3 വർഷത്തിനുള്ളിൽ കായ്ക്കാൻ തുടങ്ങുന്നതിനാലാണ് മൂവാണ്ടൻ എന്ന പേര് വന്നതെന്ന് പഴമക്കാർ പറയാറുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ നന്നായി വളരുന്ന ഈ മാങ്ങ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. മൂവാണ്ടൻ മാങ്ങയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ നാടൻ രുചിയാണ്. ചെറിയ പുളിയും മധുരവും ചേർന്ന രുചി കാരണം കേരളക്കാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഇനമാണിത്. കൂടാതെ വളരെ വേഗം കായ്ക്കുകയും സ്ഥിരമായി വിളവ് നൽകുകയും ചെയ്യും മൂവാണ്ടൻ മാങ്ങ. വീട്ടാവശ്യത്തിന് കൂടുതലും മാങ്ങകൾ ഉപയോഗിക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന നല്ലൊരു ഇനം മാങ്ങയാണ് മൂവാണ്ടൻ മാങ്ങ. മൂന്നാമതായിട്ട് സിന്ദൂരം മാങ്ങയെക്കുറിച്ചാണ് പറയാനുള്ളത്. കാഴ്ചയിൽ തന്നെ ആളുകളെ ആകർഷിക്കുന്ന ഒരു മാങ്ങ ഇനമാണ് സിന്ദൂരം. പഴുക്കുമ്പോൾ ചുവപ്പും മഞ്ഞയും കലർന്ന നിറമാണ് സിന്ദൂരം മാങ്ങയ്ക്ക് ഉണ്ടാവുക. കേരളത്തിലെ ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ലഭിക്കുന്ന ഹൈബ്രിഡ് മാങ്ങകളിൽ ഒന്ന് സിന്ദൂരം മാങ്ങയാണ്. പഴുക്കുമ്പോൾ മേലെ നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുന്ന ചുവന്ന നിറമാണ് ഈ മാങ്ങയ്ക്ക് സിന്ദൂരം മാങ്ങ എന്ന് പേര് വരാൻ കാരണം. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായി വളരുന്നൊരു ഇനമാണ് സിന്ദൂരം മാങ്ങ. അതുപോലെ തന്നെ പഴുക്കുമ്പോൾ നല്ല ചുവപ്പും മഞ്ഞയും കലർന്ന നിറമാണ് സിന്ദൂരം മാങ്ങയ്ക്ക് ഉണ്ടാവുക. നല്ല മധുരവും നല്ല മണവും അതേപോലെ ഒരു പ്രത്യേക രുചിയുള്ള മാങ്ങയാണ് സിന്ദൂരം. ബഡ് ചെയ്ത തൈകൾ വെച്ചാൽ 3-4 വർഷത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് മാങ്ങ കഴിക്കാൻ പറ്റും. മാത്രമല്ല ജ്യൂസ് അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാങ്ങയാണ് സിന്ദൂരം. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് മല്ലിക മാങ്ങയെ പറ്റിയാണ്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നട്ടുപിടിപ്പിക്കുന്ന ഹൈബ്രിഡ് മാങ്ങ ഇനങ്ങളിൽ ഒന്നാണ് മല്ലിക. മല്ലിക മാങ്ങയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ മധുരമാണ്. നല്ല സുഗന്ധവും ഫൈബർ കുറവുമായതിനാൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാങ്ങയും കൂടിയാണ് മല്ലിക. ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ വളരെ നല്ല വിളവും ലഭിക്കും. അതുപോലെ വീട്ടുവളപ്പിലോ ഫാമിലോ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മികച്ച മാങ്ങ ഇനമാണ് മല്ലിക. നിങ്ങൾ ഒരു തവണയെങ്കിലും മല്ലിക മാങ്ങ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കഴിച്ചു നോക്കണം. നിങ്ങൾ അതിനൊരു അഡിക്റ്റഡ് ആവും. അവസാനത്തതും 5ാമത്തതുമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബങ്ങനപ്പള്ളി മാങ്ങയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന മാങ്ങ ഇനങ്ങളിൽ ഒന്നാണ് ബങ്ങനപ്പള്ളി. വലിയ വലിപ്പവും നല്ല മധുരവും കുറവ് ഫൈബർ ഉള്ളതിനാൽ മാർക്കറ്റിൽ ഈ മാങ്ങയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയിലും നല്ല രീതിയിൽ വളരുന്നൊരു ഇനമാണ് ബങ്ങനപ്പള്ളി. വീട്ടുവളപ്പിലോ ഫാമിലോ നട്ടാൽ വർഷങ്ങളോളം മികച്ച വിളവ് നൽകാൻ ബങ്ങനപ്പള്ളിക്ക് പറ്റും. ഈ മാങ്ങയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നല്ല വലിയ മാങ്ങകളായിരിക്കും ഉണ്ടാവുക. നല്ല മധുരവും സുഗന്ധവും അതേപോലെ ഫൈബർ ഒട്ടും ഇല്ലാത്ത ടൈപ്പ് മാങ്ങയാണ് ബങ്ങനപ്പള്ളിയിൽ ഉണ്ടാവുക. അപ്പോൾ ഇതായിരുന്നു കേരളത്തിൽ നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 5 മാങ്ങകളിലായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട മാങ്ങ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ ഇത്തരത്തിലുള്ള കൂടുതൽ ഫാമിംഗ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. എന്തായാലും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ മറക്കാണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.